ബീഹാറിൽ വെച്ച് തന്റെ അമ്മയെ അധിക്ഷേപിച്ച കോൺഗ്രസിന് ബീഹാറിൽ വെച്ച് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ്റെ അമ്മയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ അപമാനിച്ചത്, കോൺഗ്രസ്സുകാർ അപമാനിച്ചത് രാജ്യത്തെ മുഴുവൻ അമ്മമാരെയുമാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ബീഹാർ വോട്ടർ അധികാറിൽ എന്ന യാത്രയിൽ, ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയുടെ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും കുറിച്ച് അസഭ്യ വർഷങ്ങൾ പറയുകയും അസഭ്യം പറയുകയും ചെയ്തതിന് ഒരാൾക്കെതിരെ കേസെടുത്തു. ഇത് കേട്ടുകൊണ്ട് നിൽക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അതിനെതിരെ പറയരുതെന്ന് പോലും ഒരു വാക്ക് രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിനൊരു പ്രശ്നമുണ്ട്. ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അച്ഛനും അമ്മയും വിളിക്കുക എന്നുള്ള പഴയ ഒരു രീതിയാണ് അവരുടേത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്തയ്ക്കും തളയ്ക്കും വിളിക്കുക. ഇവിടെ മരണപ്പെട്ടു പോയൊരു സ്ത്രീയാണ് നരേന്ദ്രമോദിയുടെ അമ്മ. ഒരമ്മയെ പറയുമ്പോൾ ഒരു മകനുണ്ടാകുന്നൊരു വേദന അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത കോൺഗ്രസ് എന്ത് രാഷ്ട്രീയമാണ് കാണിക്കുന്നത്? ബീഹാറിലെ പുതിയ രാഷ്ട്രീയം പലതരത്തിൽ BJPക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ വളരെ ശക്തമായിട്ട് അവിടെ പ്രതിപക്ഷം, ലാലു പ്രസാദ് യാദവിൻ്റെ മക്കളും അതേപോലെ തന്നെ കോൺഗ്രസും പിന്നെ CPI ML ഒക്കെ ചേർന്ന് ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് അവർ മൂവ് ചെയ്തു. അങ്ങനെ രാഷ്ട്രീയമായിട്ട് അത്തരത്തിൽ മുന്നേറ്റങ്ങൾ വരുന്ന സമയത്താണ് പെട്ടെന്ന് അത് നമ്മൾ ഈ കേൾക്കുന്ന വാർത്തയിലേക്ക് വ്യക്തിപരമായിട്ട് ഉള്ള പരാമർശങ്ങളുടെയും അല്ലെങ്കിൽ അസഭ്യവാക്കുകളുടെയും ഒക്കെ പ്രശ്നങ്ങളായിട്ടത് രൂപാന്തരപ്പെടുന്നത്. അത് വളരെ അപകടകരമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഒന്ന്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ വളരെ കൗശലക്കാരനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് എതിരെ വ്യക്തിപരമായിട്ട് ഉയർത്തപ്പെടുന്ന എല്ലാ പരാമർശങ്ങളെയും അതിശക്തമായിട്ട് ശത്രുവിന് നേരെ തിരിച്ച് ആയുധമാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. എക്കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. ഇവിടെയും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്ന വാചകത്തിൻ്റെ അതിൻ്റെ ഒരു ഡെപ്ത് ഒന്ന് പരിശോധിച്ച് നോക്കി. എൻ്റെ അമ്മയെ നിങ്ങൾ ആക്ഷേപിച്ചു, എൻ്റെ അമ്മയെ നിങ്ങൾ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിലെ എല്ലാ അമ്മമാരെയും നിങ്ങൾ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അമ്മമാർക്കെതിരാണ്. അമ്മ വിരുദ്ധരായ ഒരു സംഘമാണ് ആര്? കോൺഗ്രസ്. എന്നുവെച്ചാൽ അമ്മമാരെ അപഹസിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ്. കാരണം വെച്ചാൽ കോൺഗ്രസ് എപ്പോഴും കോൺഗ്രസ് അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രാഷ്ട്രീയ യുദ്ധം നടത്തുമ്പോൾ രാഷ്ട്രീയം മാത്രമായിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പരാമർശങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വ്യക്തിപരമായി ഒരു കാരണവശാലും ഒരു തരത്തിലും ആക്രമണത്തിൻ്റെ മുന ചെല്ലാൻ പാടില്ല. ചെന്നാൽ ഇങ്ങനെ അത് ഡീവേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പറയുന്നത് കുടുംബാധിപത്യത്തിൽ അഭിരമിക്കുന്നവർക്ക് ഈ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. മാത്രമല്ല, അമ്മയാണ് നമ്മുടെ ലോകം, അമ്മയാണ് നമ്മുടെ ആത്മാഭിമാനം. പാരമ്പര്യത്താൽ സമ്പന്നമായ ഈ ബീഹാറിൽ വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമെന്ന് കരുതിയില്ല. ബീഹാറിലെ RJD കോൺഗ്രസ് യോഗത്തിൽ വെച്ച് എൻ്റെ അമ്മയെ അപമാനിച്ചു. ഇത് എൻ്റെ അമ്മയ്ക്ക് നേരെ മാത്രമല്ല, രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും നേരെയുള്ള അധിക്ഷേപമാണ്. ബീഹാറിലെ ഓരോ അമ്മമാരും ഇത് കേട്ടപ്പോൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകാം. എനിക്ക് എത്ര വേദനയുണ്ടായോ അത്രയും വേദന ബീഹാറിലെ ജനങ്ങളും അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇതാണ് മോദി. ഇതൊരു തിരഞ്ഞെടുപ്പ് തന്ത്രം കൂടിയായി കണക്കാക്കേണ്ടി? അല്ല, ഞാനതിനെ വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് തന്നെ കണക്കാക്കുന്നത്. കാരണം കോൺഗ്രസ് എങ്ങനെയാണ് ഈ അധിക്ഷേപം നടത്തിയെന്നുള്ള കാര്യം വ്യക്തമല്ല. അധിക്ഷേപം നടത്തിയെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ചെറിയ തരത്തിൽ എന്തെങ്കിലും അധിക്ഷേപം വേണമെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടാകും. വളരെ അത് തെറ്റാണ്. പക്ഷേ നമുക്കറിയില്ല അതിൻ്റെ ഡെപ്ത്, എന്ത് സാഹചര്യത്തിൽ എങ്ങനെ പറഞ്ഞു, എത്രത്തോളം ഉണ്ട്. പക്ഷേ എന്താണ് സ്ഥിതി? അത് കൃത്യമായിട്ട് പിടിച്ചെടുത്ത് അതിശക്തമായിട്ടുള്ള ആയുധമായിട്ട് ശത്രുവിനെതിരെ ഉപയോഗിക്കുന്ന വലിയ കൗശലം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അതിനകത്ത് പ്രകടമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതെങ്ങനെയായിരിക്കും? കാരണം അമ്മയ്ക്കെതിരെ സംസാരിച്ചു എന്നുള്ള മാത്രമല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുകയും സ്ത്രീ വിരുദ്ധതയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞു. അതെ, സ്ത്രീവിരുദ്ധരല്ല. അല്ല, അത് അങ്ങനെ നമ്മളും അത് ഈ പറയുന്ന മാതിരി ഓരോരുത്തർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി വൃത്തികേട് കാണിച്ചാൽ അത് കൃത്യമായിട്ട് സ്പോട്ട് ഔട്ട് ചെയ്ത് അയാളെ എടുത്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അയാൾക്ക് വേണ്ടി ന്യായീകരിക്കാൻ നടന്നിട്ട് കാര്യമൊന്നുമില്ല.
ആരും അങ്ങനെ നടക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെയാണ് അമ്മയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷേപശരങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കുക, അത്രയേ ഉള്ളൂ. അത് ആ വ്യക്തിപരമായി നടത്തിയ ഒരു കാര്യം മാത്രമാണ് എന്നും അതിനൊന്നും ഞങ്ങൾ ചുമക്കാൻ തയ്യാറില്ല എന്ന് കോൺഗ്രസ് കൃത്യമായിട്ട് പൊതുവേദിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ്. അങ്ങനെ മാത്രം അത് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് ആളുകളാണ്. വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഒരുപാട് ആളുകൾ വരും. അതിൽ നല്ലവരും ചീത്തയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ചീത്ത ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി മുഴുവനായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നല്ലതല്ല. അതിനെ അവരെ വിടുകയാണ് ചെയ്യേണ്ടത്, അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, അവരെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. അത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നടക്കുന്നവരുടെ ശബ്ദമല്ല എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിവുണ്ടാകും. അതിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ കണ്ടത് അങ്ങനെയാണ്. മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിനെയും കൂടി ചേർത്ത് പിടിച്ചവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. ഈ അമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് മനുഷ്യൻ്റെ. അതിനെതിരെ ഏതെങ്കിലും തരത്തിൽ മോശമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കുക. അതിനെ കോൺഗ്രസും കൂടി എതിർക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ അത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരു സംഭവമല്ല എന്ന തിരിച്ചറിവ് അവർ കൃത്യമായിട്ട് അവതരിപ്പിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അതൊക്കെ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലുള്ള ഇത്തരം അധിക്ഷേപങ്ങൾ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ, അപ്പോൾ ബീഹാറിൽ എന്തായാലും ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം BJP ഒരു മുതലെടുപ്പായി കണ്ടുകൊണ്ട്, ഇപ്പം അമ്മയെ വിളിച്ചത് ഒരു തെറ്റ് തന്നെയാണ്, അമ്മയെ അധിക്ഷേപിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു മുതലെടുപ്പായി എടുത്തുകൊണ്ട് ജയിക്കാമായിരുന്ന ഒരു തട്ടകം കോൺഗ്രസ് കയ്യിലിരിപ്പ് കൊണ്ട് ഇല്ലാതാക്കി എന്ന് പറയാം. നമുക്ക് പറയാൻ പറ്റില്ല അവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളത്. ജയിക്കാൻ പറ്റുന്നതാണോ അതല്ലെങ്കിൽ ജയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അവിടെ നിന്ന് അത് തകർന്നു പോകുന്നതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രവചനം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ പൊതുവായിട്ടുള്ള സ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. അത് അവിടെ തിരഞ്ഞെടുപ്പ് കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അവിടെ നിന്ന് വരുന്ന വാർത്തകളിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ആ വാർത്തകളിൽ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ അമ്മയെ ആക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ്. അതിന് വലിയ പ്രചാരം ലഭിക്കുന്നു. നരേന്ദ്രമോദി തന്നെ വളരെ സെൻസിറ്റീവായിട്ട് അതിന് ഉത്തരം പറഞ്ഞ് അദ്ദേഹം അത് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമാക്കി മാറ്റാനായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അതെത്രത്തോളം മുന്നോട്ട് പോകും എന്നതും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പൊതുവിൽ ഈ കോൺഗ്രസ് ഇത്തരം ഒരു ചില സമയങ്ങളിൽ എടുക്കുന്ന ഇത്തരം നിലപാടുകളല്ലേ പലപ്പോഴും അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും മോശമായിട്ടുള്ള നിലപാടുകൾ എടുത്താൽ തിരിച്ചടികൾ ഉണ്ടാകും. കോൺഗ്രസിൻ്റെ പല ഘട്ടങ്ങളിലും അവരെടുക്കുന്ന നിലപാട്, ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത ചൈന വിഷയം. അപ്പോൾ ചൈനയും അതേപോലെ തന്നെ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് ചേർന്ന് നിന്ന് ലോകത്തൊരു പുതിയ ശക്തിയായിട്ട് മാറിത്തീരാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്ക് മേൽ നമ്മൾ അതിശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം നമ്മൾ ചൈനയുടെ വിധേയരായി മാറിയിരിക്കുന്നു എന്നാണ്. അത് ഈ സമയത്ത് പറയേണ്ട കാര്യമല്ല. ശരിക്കും പല വിഷയങ്ങളിലും അങ്ങനത്തെ സമീപനം നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് കാണാം. അത് അവർക്ക് ചെറിയ ചെറിയ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെ.